Dear viewers, welcome to the channel. Today we have a speech made by Christine Lagarde, who was the first woman head of International Monetary Fund, that is IMF. She was also the first finance minister of a G8 economy. The speech was delivered at the National Democratic Institute in Washington on May 19, 2014. The chapter is Three L's of Empowerment. എംപവർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാക്തീകരണം എന്നാണ് അർത്ഥമാക്കുന്നത്. ഇവിടെ ക്രിസ്റ്റീൻ ലഗാർദെ ഈസ് ടോക്കിംഗ് അബൌട്ട് വാട്ട് ആർ ദ ത്രീ എൽസ് ദാറ്റ് മേക്ക് എ വുമൺ എംപവേർഡ്. സോ അവരുടെ ഒരു സ്പീച്ചാണ് നാഷണൽ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2014 നടത്തിയ ഒരു സ്പീച്ചാണ് നമുക്ക് +2 ലെസണായിട്ട് തന്നിരിക്കുന്നത്. ആ സ്പീച്ചിലേക്ക് നമുക്ക് പോവാം. ഗുഡ് ആഫ്റ്റർനൂൺ. ഇറ്റ്സ് എ ഗ്രേറ്റ് ടു ബി എമംഗ് ഫ്രണ്ട്സ് ആൻഡ് കിൻഡേർഡ് സ്പിരിറ്റ്സ്. ഇപ്പോൾ എല്ലാവരെയും അഭിസംബോധന ചെയ്യുകയാണ് അവർ ആ ഒരു സദസ്സിൽ. The 21st century poses many challenges that require new ways of thinking. None more important than the economic role of women in a rapidly changing world. ആദ്യമായിട്ട് പറഞ്ഞു തുടങ്ങുന്നത് 21ാം നൂറ്റാണ്ട് ഒരുപാട് വെല്ലുവിളികളെ നേരിടുന്നുണ്ട്. പോസസ് ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ വെല്ലുവിളികൾ എന്നാണ്. നേരിടുന്നുണ്ട്, ഒരുപാട് വെല്ലുവിളികളെ നേരിടുന്നുണ്ട്. അത് മറികടക്കാൻ നമുക്ക് പുതിയ രീതിയിലുള്ള ചിന്തകൾ ആവശ്യമാണെന്ന് അവർ പറയുന്നു. റിക്വയർ ന്യൂ വെയ്സ് ഓഫ് തിങ്കിങ്, പുതിയ രീതിയിലുള്ള ചിന്തകൾ ആവശ്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് സ്ത്രീകളുടെ സാമ്പത്തിക പങ്കാളിത്തമാണ് എന്നാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ചും ഇൻ എ റാപ്പിഡ്ലി ചേഞ്ചിങ് വേൾഡ്. റാപ്പിഡ്ലി എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ, ദ്രുതഗതിയിൽ എന്ന് പറയുന്നത്, വളരെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് സ്ത്രീകളുടെ സാമ്പത്തിക പങ്കാളിത്തം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് അവർ പറയുന്നത്. ഈ ഒരു ഘടകം എന്തിനും കൂടെ ആവശ്യമാണെന്ന് പറയുന്നു. ആ പുതിയ രീതിയിലുള്ള ചിന്താഗതി, അതിൽ പ്രധാനപ്പെട്ടതാണ് എന്തോന്ന്, സ്ത്രീകളുടെ സാമ്പത്തിക പങ്കാളിത്തം എന്ന് പറയുന്നത്. എന്തിനാണത് ആവശ്യമായിട്ട് വരുന്നത്? ടു ഓവർകം ദ ചലഞ്ചസ് ഇൻ ദി 21st century. 21ാം നൂറ്റാണ്ടിലെ വെല്ലുവിളികളെ മറികടക്കാൻ നമുക്ക് പുതിയ രീതിയിലുള്ള ചിന്താഗതികൾ ആവശ്യമാണ്. അതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത് സ്ത്രീകളുടെ സാമ്പത്തിക പങ്കാളിത്തമാണ്. എവിടെയാണ്? ഇൻ എ റാപ്പിഡ്ലി ചേഞ്ചിങ് വേൾഡ്. ദ്രുതഗതിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് സ്ത്രീകളുടെ സാമ്പത്തിക പങ്കാളിത്തം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുണ്ട് അതിന് എന്നാണ് ക്രിസ്റ്റീൻ ലഗാർദെ പറഞ്ഞു തുടങ്ങുന്നത്. നോക്കൂ. ബട്ട് വിമൻ ടുഡേ റിമൈൻ ബ്ലോക്ക്ഡ് ഫ്രം കോൺട്രിബ്യൂട്ടിങ് ദെയർ ട്രൂ പൊട്ടൻഷ്യൽ. പക്ഷേ നമ്മുടെ ലഗാർദെ ഇവിടെ ഒബ്സർവ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് സ്ത്രീകൾ അവരുടെ ശരിയായിട്ടുള്ള പൊട്ടൻഷ്യൽ, കഴിവ്, സ്കില്ല്, ടാലൻറ്റ് പ്രകടിപ്പിക്കാനാവാത്ത വിധം കൂടേണ്ടി വരുന്നു എന്നാണ് പറയുന്നത്. ഇൻഫാക്ട് ദേ ആർ ബ്ലോക്ക്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരെ തടയപ്പെട്ടിരിക്കുന്നു, അവർക്ക് അനുവദിക്കുന്നില്ല അവരെ എന്നാണ് പറയുന്നത്. എന്തിനനുവദിക്കുന്നില്ല? ടു ഷോ കേസ് അല്ലെങ്കിൽ ടു കോൺട്രിബ്യൂട്ട്, സംഭാവന നൽകാൻ ലോകത്തിന് എന്തോന്ന്, അവരുടെ ട്രൂ പൊട്ടൻഷ്യൽ, ശരിക്കുള്ള പൊട്ടൻഷ്യലിലൂടെ, ശരിക്കുള്ള കഴിവിലൂടെ ലോകത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അവരെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു, തടയപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ദിസ് ഹാസ് എ ഹ്യൂജ് കോസ്റ്റ്. അവർ പറഞ്ഞു ഇത് നമുക്ക് വലിയ വില കൊടുക്കേണ്ടി വരുന്നു എന്നാണ് പറയുന്നത്. എന്തിനാണ് വലിയ വില കൊടുക്കേണ്ടി വരുന്നത്? ദാറ്റ് എന്താണ്, വിമൻ ആർ നോട്ട് അലൗഡ് ടു കോൺട്രിബ്യൂട്ട് ദെയർ ട്രൂ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. In some countries, per capita income lags significantly because women are denied equal opportunity. ചില രാജ്യങ്ങളിൽ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് വളരെ പുറകിലാണ്. കാരണം സ്ത്രീകൾക്ക് അവിടെ തുല്യ പങ്കാളിത്തം ഡിനൈഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് തുല്യ പങ്കാളിത്തം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത്. സ്ത്രീകൾക്ക് തുല്യ പങ്കാളിത്തം നിഷേധിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ചില രാജ്യങ്ങളിൽ നമുക്ക് എന്ത് കാണാൻ കഴിയുന്നതാണ്, പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത് വളരെ താഴെയാണ് എന്നാണ് പറയുന്നത്. പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് വളരെ
സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമുക്ക് ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ വളരെ നമുക്ക് പ്രകടമായിട്ട് നമുക്ക് കാണാൻ കഴിയും ആ രാജ്യങ്ങളിൽ ഈ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് ലാഗ് ചെയ്യുന്നുണ്ട്, പുറകിലാണെന്ന് പറയുന്നത്. കാരണം ഇൻ ദോസ് കൺട്രീസ് വിമൺ ആർ ഡിനൈഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി, തുല്യ അവസരങ്ങൾ സ്ത്രീകൾക്ക് നിഷേധിക്കപ്പെടുന്നതുകൊണ്ടാണെന്ന് പറയുന്നു. ഡിനൈ എന്ന് പറഞ്ഞ അർത്ഥം തള്ളിക്കളയുക എന്നർത്ഥം. ഡിനൈയുടെ ഓപ്പോസിറ്റ് അക്സെപ്റ്റ് എന്നർത്ഥം അല്ലേ? ഡിനൈ ഓപ്പോസിറ്റ് അക്സെപ്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ കൺഫസ് എന്നും പറയാം നമുക്ക്. ഡിനൈ തള്ളിക്കളയുക, കൺഫസ് എന്ന് പറഞ്ഞാൽ ഏറ്റുപറയുക, അഡ്മിറ്റ് എന്നൊക്കെ പറയും. അടുത്ത സെന്റൻസ്, ദേ റെപ്രസെന്റ് ഹാഫ് ദ വേൾഡ്സ് പോപ്പുലേഷൻ ബട്ട് കോൺട്രിബ്യൂട്ട് ഫാർ ലെസ് ദാൻ 50% ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി. നോക്കൂ, സ്ത്രീകൾ എന്ന് പറയുന്നത് ലോകത്തിലെ പകുതി, ജനസംഖ്യയുടെ പകുതിയോളം അവർ പ്രതിനിധാനം ചെയ്യുന്നുവെങ്കിലും സാമ്പത്തികമായിട്ട് എക്കണോമിക് ആക്ടിവിറ്റിയിൽ, സാമ്പത്തികമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ, എക്കണോമിക് ആക്ടിവിറ്റിയിൽ അവരുടെ സംഭാവന എന്ന് പറയുന്നത് 50%-നും താഴെയാണ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് നീഡഡ് ടു ചേഞ്ച് ദിസ് പിക്ചർ ഈസ് എ കൺസേർട്ടഡ് എഫേർട്ട്. അത് പറയുന്നത് ഈ ചിത്രം മാറുന്നതിന്, ഈ ചിത്രം എന്ന് പറയുന്ന നിലവിലുള്ള ഈ പറഞ്ഞ ഈ ഒരു സ്ഥിതി മാറുന്നതിന് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈസ് എ കൺസേർട്ടഡ് എഫേർട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൺസേർട്ടഡ് മീൻസ് ഒത്തുചേർന്നുള്ള ശ്രമം. എന്തിനാണ്? ടു ഓപ്പൺ ദ ഡോർ, വാതിൽ തുറക്കാനുള്ള ശ്രമം. എന്തിൻ്റെ വാതിലാണ്? എന്തിലേക്കുള്ള വാതിലാണ്? ഓപ്പൺ ദ ഡോർ ടു ഓപ്പർച്യൂണിറ്റി വിത്ത് വാട്ട് ഐ കോൾ 3 L's ഓഫ് വിമൻസ് എംപവർമെന്റ്. അതായത് സ്ത്രീകളുടെ ശാക്തീകരണത്തിലേക്കുള്ള ആ വാതിൽ, അല്ലെങ്കിൽ സ്ത്രീകളുടെ ശാക്തീകരണത്തിലുള്ള അവസരം, ആ വാതിൽ തുറക്കേണ്ടിയിരിക്കുന്നു. ഞാനതിനെ വിളിക്കുന്നത്, അവർ പറയുകയാണ്, ഞാനതിനെ വിളിക്കുന്നത് 3 L's ഓഫ് എംപവർമെന്റ് എന്നാണ്. സ്ത്രീകളുടെ ശാക്തീകരണത്തെ പറ്റി പറയുമ്പോൾ ഞാൻ അതിനെ വിളിക്കുന്നത് 3 L's ഓഫ് വിമൻസ് എംപവർമെന്റ് എന്നാണ് പറയുന്നത്. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ 3 L'കൾ എന്ന് പറയുന്നു. എൽ, ആൽഫബറ്റിലെ എൽ. എന്താണ് എൽ? 3 L കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. ഒരു എൽ എന്ന് പറയുന്നത് എൽ ഫോർ ലേണിംഗ്. സെക്കൻഡ് വൺ ഈസ് ലേബർ, തൊഴിൽ. 3 ലീഡർഷിപ്പ്. അതായത് ലേണിംഗ്, പഠനം. പിന്നെ എന്താണ്? ലേബർ, പഠനം ഉദ്ദേശിക്കുന്നത് എഡ്യൂക്കേഷൻ അല്ലേ? ലേബർ, തൊഴിൽ, പിന്നെ ലീഡർഷിപ്പ്. ഈ 3 L's ഇതിൽ നമുക്ക് പിന്നെ സ്ത്രീകളുടെ എംപവർമെൻറ്റ് സാധ്യമാക്കിയാൽ മാത്രമേ അവരുടെ ശരിക്കുള്ള പൊട്ടൻഷ്യൽ ലോകത്തിന് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. മാത്രമല്ല, then only they will get empowered. Then only they will get empowered എന്ന് പറയുന്നു. നോക്കൂ, ഫസ്റ്റ് അബൌട്ട് ലേണിംഗ്. ആദ്യമായിട്ട് അവർ 3 L പറഞ്ഞല്ലോ, അതിൽ ലേണിംഗ് ആണ് ആദ്യം പറയാൻ പോകുന്നത്, എഡ്യൂക്കേഷനെ പറ്റി. നോക്കൂ, എഡ്യൂക്കേഷൻ ഈസ് ദ ഫൗണ്ടേഷൻ അപ്പോൺ വിച്ച് എനി ചേഞ്ച് ഈസ് ബിൽറ്റ്. നോക്കൂ, അക്കോർഡിംഗ് ടു ലഗാദെ പറയുകയാണ്, വിദ്യാഭ്യാസമാണ് ഏതൊരു മാറ്റത്തിൻ്റെയും അടിസ്ഥാനം എന്നവർ പറയുന്നു. എഡ്യൂക്കേഷൻ ഈസ് ദ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ അടിത്തറ, അപ്പോൺ വിച്ച്, ഏതിൻ്റെ മുകളിലാണ് എനി ചേഞ്ച് ഈസ് ബിൽറ്റ്. അതായത് ഏതൊരു മാറ്റവും കെട്ടിപ്പടുക്കുന്നത് വിദ്യാഭ്യാസം എന്ന് പറയുന്ന ആ ഫൗണ്ടേഷൻ്റെ പുറത്താണ് എന്നാണ് അവർ പറയുന്നത്. ദാറ്റ് മീൻസ്, ഇൻ ഷോർട്ട്, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, എഡ്യൂക്കേഷൻ ക്യാൻ ബ്രിങ് എ ഗ്രേറ്റ് ചേഞ്ച് എന്നാണ് പറയുന്നത്. നോക്കൂ, ഇൻ എനി സൊസൈറ്റി, ഏത് സമൂഹത്തിലായാലും. ലേണിംഗ് ഹെൽപ്സ് വിമൻ ടു ഹെൽപ്പ് ദംസെൽസ് ആൻഡ് ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്. വിദ്യാഭ്യാസം സ്ത്രീകളെ സഹായിക്കുന്നു. എന്തിന്? അവരെ തന്നെ സ്വയം സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. മാത്രമല്ല, എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തപ്പെടൽ. ഇൻക്ലൂഷൻ്റെ ഓപ്പോസിറ്റാണ് എക്സ്ക്ലൂഷൻ. മാറ്റി നിർത്തപ്പെടലിൻ്റെ ആ ഒരു ഷാക്കിൾസ്, ആ ചങ്ങലകളൊക്കെ പൊട്ടിച്ചെറിയാൻ അവരെ സഹായിക്കും വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇൻ സം കൺട്രീസ് വിമൻ ആർ ഡിനൈഡ് their right to education. വിദ്യാഭ്യാസത്തിനുള്ള അവസരം നിഷേധിക്കപ്പെട്ട ഒരുപാട് സ്ത്രീകൾ ജീവിക്കുന്ന സമൂഹങ്ങൾ നമ്മുടെ ലോകത്തുണ്ട്. എസ്പെഷ്യലി സം കൺട്രീസ്, ചില രാജ്യങ്ങൾ. ഇപ്പം മലാല യൂസഫ്സായി എന്ന് പറയുന്ന പെൺകുട്ടിയെ പോലെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത്, വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികൾ പ്രത്യേകിച്ച് ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ട്. അതിൽ അവരുടെയൊക്കെ ഒരു പ്രതിനിധിയാണ് നമ്മൾ കണ്ടിട്ടുള്ള മലാല യൂസഫ്സായിയുടെ ആ ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കി എത്രത്തോളം ഹൗ ഗേൾസ് ആർ സ്ട്രഗ്ലിംഗ് ടു കം അപ്പ് ഇൻ എ എന്താണ് പറയുക, ഇതിലൊരു ഓപ്രസ്ഡ് സൊസൈറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹത്തിൽ നിന്ന് എങ്ങനെയാണ് സ്ത്രീകൾ മുന്നോട്ട് വരാൻ സ്ട്രഗിൾ ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അവരുടെയൊക്കെ ജീവിതങ്ങളിലൂടെ. അപ്പോൾ ഇവിടെ പറയുന്നത്
വിദ്യാഭ്യാസം പ്രത്യേകിച്ചും സ്ത്രീകളെ സഹായിക്കുന്നത് ഈ ടു ബ്രേക്ക് ദ ഷാക്കിൾസ്, ഈ ചങ്ങലകളൊക്കെ പൊട്ടിച്ചെറിയാൻ എന്തിൻ്റെയാണ്? ഈ മാറ്റി നിർത്തപ്പെടലിൻ്റെ, എല്ലാത്തിലും നിന്നും ഒഴിവാക്കപ്പെടുന്നതിൻ്റെ, മാറ്റി നിർത്തപ്പെടുന്നതിൻ്റെ ആ ഒരു ചങ്ങലയിൽ നിന്ന് പുറത്തേക്ക് വരാൻ, ചങ്ങല പൊട്ടിക്കാൻ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം മതിയായേ തീരൂ എന്നാണ് പറയുന്നത്. നോക്കൂ, nowhere in this is this more essential than in the developing world. ഇത് ഏറ്റവും കൂടുതൽ അത്യാവശ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ഡെവലപ്പിംഗ് വേൾഡിലാണ് ഇത് ആവശ്യമായിട്ട് വരുന്നതെന്ന് പറയുന്നത്. There is an African adage that goes, if you educate a boy, you train a man. If you educate a girl, you train a village. എന്ന് കൃഷ്ണലഗാതെ ഒരു ആഫ്രിക്കൻ അഡേജ് മീൻസ് പ്രോവർബ് എന്ന് നമ്മൾ പറയുന്ന പഴഞ്ചൊല്ലിനെ ഉദ്ധരിച്ചുകൊണ്ട്, പഴഞ്ചൊല്ലിനെ സൈറ്റ് ചെയ്തുകൊണ്ട്, ഉദ്ധരിക്കുക എന്ന് പറയുമ്പോൾ സൈറ്റ് ചെയ്യുക എന്ന് പറയും അല്ലേ, CIT, സൈറ്റ് എന്ന് പറയും, CIT ഉദ്ധരിക്കുക എന്ന് പറയും. അതിനെ റെഫർ ചെയ്തുകൊണ്ട് അവർ പറയാണ്, ഒരു ആഫ്രിക്കൻ അഡേജാണ്, അഡേജ് മീൻസ് പ്രോവർബാണ്. എന്താണ്? ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ്, നിങ്ങളൊരു ആൺകുട്ടിക്ക് വിദ്യാഭ്യാസം നൽകുകയാണെങ്കിൽ നിങ്ങൾ അതിലൂടെ പരിശീലിപ്പിക്കുന്നത് ഒരു മനുഷ്യനെയാണ് അല്ലെങ്കിൽ ഒരു പുരുഷനെയാണ്. ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ് യു ട്രെയിൻ എ മാൻ. ഒരു ആൺകുട്ടിയെ നിങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിലൂടെ നിങ്ങൾ പരിശീലിപ്പിക്കുന്നത് ഒരു പുരുഷനെയാണെന്നാണ് പറയുന്നത്. ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ യു ട്രെയിൻ എ വില്ലേജ്. പക്ഷേ നിങ്ങൾ ഒരു പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം നൽകുകയാണെങ്കിൽ അതിലൂടെ നിങ്ങളൊരു ഗ്രാമത്തെയാണ് പരിശീലിപ്പിക്കുന്നതെന്ന് പറയുന്നത്. നോക്കൂ, ഡിഫറൻസ് ആണ് അവിടെ പറയുന്നത്. ദാറ്റ് മേക്സ് ഓൾ ദ ഡിഫറൻസ്. അതായത് ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ, ഒരു പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം നൽകി കഴിഞ്ഞാൽ ദ ഇമ്പാക്റ്റ് വിൽ ബി ഹ്യൂജ് എന്ന് പറയുന്നത് അല്ലേ. അതിൻ്റെ ഒരു പ്രഭാവം അല്ല, അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും എന്ന് പറയുന്നത്. ഹോൾ വില്ലേജിനെ തന്നെ മാറ്റിമറിക്കും എന്നാണ് പറയുന്നത്. ഹോൾ വില്ലേജിനെ തന്നെ നമ്മൾ പരിശീലിപ്പിക്കുന്ന പോലെയാണ് ഒരു പെൺകുട്ടിക്ക് നിങ്ങൾ വിദ്യാഭ്യാസം നൽകി കഴിഞ്ഞാൽ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ആ ഒരു ദ ഡിഫറൻസ് ഇൻ ദ ഔട്ട്കം അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അല്ലേ. എന്തിൻ്റെ ഔട്ട്കമാണ്? എഡ്യൂക്കേഷൻ്റെ ഔട്ട്കം. വെൻ യു എഡ്യൂക്കേറ്റ് എ ഗേൾ യു ആർ ആക്ച്വലി ട്രെയിനിങ് എ സൊസൈറ്റി ഓർ എ വില്ലേജ്. ഒരു ഗ്രാമത്തിൽ തന്നെയാണ് നിങ്ങൾ പരിശീലിപ്പിക്കുന്നത് ഒരു പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിലൂടെ എന്ന് പറയുന്നു. If learning is just the first step, labor is the second. അപ്പോൾ വിദ്യാഭ്യാസത്തെക്കുറിച്ച് അത്രയും പറഞ്ഞിട്ട് അടുത്ത എൽ എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടുത്ത എൽ എന്താണ്? ലേബർ. തൊഴിലിടങ്ങളിൽ ഹൗ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഗിവ് ഈക്വൽ ഇമ്പോർട്ടൻസ് ടു വിമൻ എന്നുള്ളത് അടുത്തതിൽ പറയുകയാണ്. ലേബർ എന്നുള്ളതിൽ ലേബർ ഫെസിലിറ്റേറ്റ്സ് വിമൻ ടു ഫ്ലറിഷ് ആൻഡ് അച്ചീവ് ദെയർ ട്രൂ പൊട്ടൻഷ്യൽ. തീർച്ചയായിട്ടും തൊഴിൽ എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സഹായിക്കുന്നു ടു ഫ്ലറിഷ്, വളരാനും, പിന്നെ എന്തിനാണ്? അച്ചീവ് ദെയർ ട്രൂ പൊട്ടൻഷ്യൽ, അവരുടെ ശരിക്കുള്ളൊരു പൊട്ടൻഷ്യൽ നേടിയെടുക്കാനും അവരെ തീർച്ചയായിട്ടും തൊഴിൽ സഹായിക്കും എന്നാണ് പറയുന്നത്. ബട്ട് അറ്റ് പ്രസന്റ് വിമൻ പാർട്ടിസിപ്പേറ്റ് when women participate in the workforce, they too often tend to get stuck in low paying. പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരു തൊഴിലിടങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകൾ ഉൾപ്പെടുന്ന ഒരു വർക്ക് ഫോഴ്സിൽ പലപ്പോഴും അവർക്ക് കിട്ടുന്നത് ലോ പേയിങ് എന്നുള്ളതാണ്, ലോ വേജ് ആണ് പറയുന്നത് കമ്പയർഡ് ടു മെൻ. പുരുഷന്മാരെ അപേക്ഷിച്ച് അവർക്ക് കിട്ടുന്നത് വളരെ കുറഞ്ഞ കൂലിയാണ്. മാത്രമല്ല ലോ സ്റ്റാറ്റസ് ആൻഡ് ലോ സെക്യൂരിറ്റി ജോബ്, സുരക്ഷിതത്വം കുറഞ്ഞ ജോലികളും മാത്രമല്ല ലോ സ്റ്റാറ്റസുള്ള ജോലികളുമാണ് സ്ത്രീകൾക്ക് കിട്ടുന്നതെന്ന് പറയുന്നു. ഗ്ലോബലി വിമൻ ഏൺ ഓൺലി 3/4 ആസ് മച്ച് എസ് മെൻ എന്നാണ് പറയുന്നത്. നോക്കൂ, ആഗോളപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകൾ പുരുഷന്മാരെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്, പുരുഷന്മാർ നേടുന്നതിനേക്കാളും അല്ലെങ്കിൽ അവരുടെ ഒരു വേജസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്ത്രീകൾ സമ്പാദിക്കുന്നത് ഓൺലി 3/4 മാത്രമാണെന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അവർ നമ്മൾ കാൽഭാഗം എന്നൊക്കെ പറയുന്നത് 3/4 ഒക്കെയാണ് അവർ സമ്പാദിക്കുന്നതെന്ന് പറയുന്നു. ഈവൻ വിത്ത് ദി സെയിം ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഇൻ ദ സെയിം ഓക്യുപ്പേഷൻ. ഏറ്റവും അതിശയകരമായ കാര്യം എന്ന് പറയുന്നത് ഇവർ വർക്ക് ചെയ്യുന്നത് ഒരേ പൊസിഷനിലായിരിക്കാം, അല്ലെങ്കിൽ ഈവൻ വിത്ത് സെയിം ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ആയിരിക്കാം. സ്ത്രീക്കും പുരുഷനും ഒരേ ലെവൽ എഡ്യൂക്കേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരേ പൊസിഷനിലായിരിക്കാം അവർ വർക്ക് ചെയ്യുന്നത്. പക്ഷേ വിമൻ ആർ നോട്ട് ഗെറ്റിംഗ് ദ വേജസ് ദേ ഡിസേർവ്. പുരുഷന്മാർ കൊടുക്കുന്ന അതേ വേജസ് അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പല മേഖലകളിലും അങ്ങനെയുണ്ട്. ഒരു പേയുടെ ഒരു പേയ്മെൻറ്റിലുള്ള ഒരു അന്തരം, ഒരു ഡിസ്പാരിറ്റി ഇൻ ദ പേയ്മെൻറ്റ് നമുക്ക് കാണാൻ കഴിയും.
നമ്മൾ ഏറ്റവും എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്നത് സിനിമ ലോകമാണ്. ഫിലിം വേൾഡിലാണ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. വിമൻ, അതായത് ആക്ട്രസസ് ആർ ഗെറ്റിംഗ് ലെസ് ദാൻ ദെയർ കൗണ്ടർ പാർട്സ്. അവരുടെ കൗണ്ടർ പാർട്സ് എന്ന് പറയുന്ന ആക്ടേഴ്സ് ആയിട്ടുള്ള മെയിൽ ആക്ടേഴ്സിനേക്കാളും തീർച്ചയായിട്ടും വേജസ് കുറവാണ് ഫീമെയിൽ ആക്ടേഴ്സ്. ഈവൻ ദോ ദേ ഹാവ് ബോത്ത് ഓഫ് ദം ഹാവ് ഈക്വൽ ടാലൻറ്റ് ഉണ്ടെങ്കിൽ പോലും അവർക്ക് കിട്ടുന്നത് ഒരു കുറഞ്ഞ പുരുഷന്മാരെക്കാളും കുറഞ്ഞ വേതനമാണ്, റെമ്യൂണറേഷനാണ് കിട്ടുന്നത്. അതിനിവിടെയും പറയുന്നതാണ്. നമ്മൾക്ക് മറ്റേ തൊഴിലിടങ്ങളിലും അങ്ങനെ ഉണ്ട്. അപ്പോൾ ഇന്നൊക്കെ കുറച്ച് നമുക്ക് ഈ സ്ഥിതി കുറേയൊക്കെ മാറി വരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നോക്കൂ, സോ ഇപ്പം 2014 നടത്തിയ സ്പീച്ചാണ് കേട്ടോ. അപ്പോൾ ആ കാലഘട്ടത്തെയും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മളിത് മനസ്സിലാക്കാൻ. നോക്കൂ, globally women earn only 3/4 as much as men, even with the same level of education and in the same occupation. Occupation means the തൊഴിൽ. Surely one of our most basic norms should be equal pay for equal work. അടുത്തവർ പറയുന്നത് നമ്മുടെ തീർച്ചയായിട്ടും നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു തത്വം എന്തായിരിക്കണം? ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നുള്ളതായിരിക്കണം നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു തത്വം എന്നവർ പറയുന്നു. there shouldn't be any disparity അല്ലെങ്കിൽ ഒരു വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല എന്നാണ്. Recent researchers show that eliminating gender gaps in economic participation can bring an increase in per capita income. ഈ അടുത്ത കാലത്തെ പഠനങ്ങൾ അല്ലെങ്കിൽ ഗവേഷണങ്ങൾ കാണിക്കുന്നത് ഈ ജെൻഡർ ഗ്യാപ്പ് നമ്മൾ ഇല്ലാതാക്കി കഴിഞ്ഞാൽ, എലിമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറാഡിക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വൈപ്പ് ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ സ്നഫ് ഔട്ട് ചെയ്യുക എന്ന് പറയും. SNUFFOUT, സ്നഫ് ഔട്ട്. സ്നഫ് ഔട്ട് എന്ന് പറഞ്ഞാൽ എലിമിനേറ്റ് എന്നർത്ഥം. ഫ്രേസൽ വെർബാണത്. ഈ ജെൻഡർ ഗ്യാപ്പ്, ലിംഗ വ്യത്യാസം എന്ന് പറയുന്ന ഒരു ജെൻഡർ ഗ്യാപ്പ് നമ്മൾ ഇല്ലാതാക്കി കഴിഞ്ഞാൽ, അതിനെ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പെർ ക്യാപിറ്റ ഇൻകം, പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്ന ആ ഒരു ഇതിൽ സ്ത്രീകൾക്ക് തുല്യമായിട്ടുള്ളൊരു പ്രാതിനിധ്യം ഉണ്ടാവും. അവരെ കൂടി പങ്കെടുപ്പിക്കുമ്പോൾ ഈ ജെൻഡർ ഗ്യാപ്പൊക്കെ ഒഴിവാക്കി അവർക്കും തുല്യവേതനം നൽകുന്നതിലൂടെ ഒരു രാജ്യത്തിൻ്റെ പെർ ക്യാപിറ്റ ഇൻകത്തിൽ വർധന ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ക്രിസ്റ്റൽ ലഗാർദെ അഭിപ്രായപ്പെടുന്നത്. We can undoubtedly promote more opportunity for women in the workplace. ഒരു കാര്യം അവർ സജസ്റ്റ് ചെയ്തത്, നമുക്ക് തീർച്ചയായിട്ടും നിസ്സംശയം പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഈ വർക്ക് ഫോഴ്സിൽ, ഈ തൊഴിൽ ഇടങ്ങളിൽ നമുക്ക് വർക്ക് ഫോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിൽ സ്ത്രീകളും പുരുഷന്മാരും എല്ലാം വരും. തൊഴിൽ സമൂഹം, തൊഴിൽ ചെയ്യുന്ന ആൾക്കാരെ എല്ലാം ചേർത്തിട്ടാണ് വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത്. അതിൽ സ്ത്രീകളുടെ അവസരം നമുക്ക് തീർച്ചയായിട്ടും പ്രൊമോട്ട് ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നു. ഇറ്റ്സ് ഓൾ അബൌട്ട് ചേഞ്ചിങ് ലാസ്. ഇതിനൊക്കെ നമുക്കൊരു നിയമങ്ങളിൽ ഒരു ഭേദഗതി വരുത്തിയാൽ മതി, നിയമങ്ങളിൽ ഒരു മാറ്റം വരുത്തിയാൽ മതി എന്നാണ് അവർ പറയുന്നത്. ഉദാഹരണത്തിന്, ബൈ എൻഷുറിംഗ് ദാറ്റ് പ്രോപ്പർട്ടി ആൻഡ് ഇൻഹെറിറ്റൻസ് ലാസ് ഡു നോട്ട് ഡിസ്ക്രിമിനേറ്റ് അഗൻസ്റ്റ് വിമൻ. അതായത് പ്രോപ്പർട്ടി ലായും ഇൻഹെറിറ്റൻസ് നമുക്ക് പരമ്പരാഗതമായിട്ട് കിട്ടുന്നതിനെ നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് അല്ലേ. പ്രോപ്പർട്ടി, വസ്തുവകകളും, പിന്നെ ഇൻഹെറിറ്റൻസ്, പാരമ്പര്യമായിട്ടൊക്കെ കിട്ടുന്ന ഈ നിയമങ്ങളിൽ സ്ത്രീകളോടൊരു ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയുള്ള നിയമം നമ്മൾ മാറ്റണം എന്നുള്ളതാണ്. അപ്പോൾ സ്ത്രീകൾക്ക് ഈ പരമ്പരാഗതമായിട്ടുള്ള കൈമാറി കിട്ടുന്ന സ്വത്തിൽ സ്ത്രീകൾക്ക് അവകാശം അങ്ങനെ കൊടുക്കാത്ത നിയമങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റണമെന്നാണ് അവർ പറയുന്നത്. കാരണം അവരെയും പങ്കെടുപ്പിക്കണം എന്നുള്ളതാണ് പറയുന്നത്. സോ ഇറ്റ് ആൾസോ മീൻസ് പോളിസീസ് ദാറ്റ് എൻകറേജ് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ. ഇത് പിന്നെ എന്തിലും കൂടെ ഉള്ള മാറ്റങ്ങൾ വരുത്തണം നമ്മുടെ പോളിസീസിൽ. പോളിസീസ് എന്ന നയങ്ങളാണ്. ഏതൊക്കെ നയങ്ങളാണ്? ദാറ്റ് എൻകറേജ് എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ആരോഗ്യ മേഖല, ആരോഗ്യരംഗം, പിന്നെ എഡ്യൂക്കേഷൻ, ഇവയൊക്കെ എൻകറേജ് ചെയ്യുന്ന നയങ്ങളിൽ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന് പറയും. മോറോവർ, അതുകൂടാതെ we need to provide greater access to credit so that women can achieve greater economic independence. മാത്രമല്ല, ക്രെഡിറ്റ് കടമെടുക്കുക എന്നൊക്കെ പറയുന്നത്, ലോണ്, ഇതിനൊക്കെ സ്ത്രീകൾക്ക് കൂടുതലും അവർക്ക് കൂടുതൽ ആക്സസ് കിട്ടണം. അവർക്ക് ഇതൊക്കെ നേടിയെടുക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാവണം എന്നാണ് പറയുന്നത്. സ്ത്രീകൾക്ക് സ്വന്തമായിട്ട് അവർക്ക് ക്രെഡിറ്റ് എടുക്കാനും ലോൺ എടുക്കാനും ഒക്കെ ഉള്ള ഒരു ഫെസിലിറ്റി നമ്മൾ ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് പറയുന്നത്.
അതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത് ഒരു വലിയ തോതിലുള്ള എക്കണോമിക് ഇൻഡിപെൻഡൻസ് ആണ്, സാമ്പത്തിക സ്വാതന്ത്ര്യമാണ് നമുക്ക് അതിലൂടെ അവർക്ക് നൽകാൻ കഴിയുന്നത് എന്ന് പറയുന്നു. സോ ലേണിംഗ് ആൻഡ് ലേബർ ആർ കീ ഫാക്ടേഴ്സ്. അപ്പോൾ ഇത്രയും വിവരിച്ച ശേഷം ലഗാർഡ് പറയുകയാണ്, ഞാൻ ഈ പറഞ്ഞ ഈ ലേണിംഗ്, എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ലേബർ, തൊഴിൽ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ കീ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. കീ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ വൈറ്റൽ എന്ന് നമുക്ക് പറയാം. VITAL, വൈറ്റൽ അല്ലെങ്കിൽ കീ ഫാക്ടേഴ്സ് ആണ്, പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഇവയൊക്കെ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദ തേർഡ് L ഈസ് ലീഡർഷിപ്പ്. ഈ 3 L പറഞ്ഞതിൽ ലേണിംഗ് കഴിഞ്ഞു, നമ്മൾ പിന്നെ ലേബർ കഴിഞ്ഞു, അടുത്ത് പറയുന്നത് ലീഡർഷിപ്പാണ്, നേതൃത്വം. നോക്കൂ, ദ തേർഡ് L ഈസ് ലീഡർഷിപ്പ് ദാറ്റ് ഇനേബിൾസ് വിമൻ ടു റൈസ് ആൻഡ് ഫുൾഫിൽ ദെയർ ഇന്നേറ്റ് എബിലിറ്റീസ് ആൻഡ് ടാലൻസ്. അടുത്ത് പറയുന്നു ഈ ലീഡർഷിപ്പിനെ പറ്റിയാണ് പറയുന്നത്. ലീഡർഷിപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് വിമൻ, ഇനേബിൾസ് മീൻസ് ഹെൽപ്സ് എന്നാണ്, സഹായിക്കുന്നു സ്ത്രീകളെ. എന്തിനാണ്? ടു റൈസ്, ഉയരാനും, ആൻഡ് ഫുൾഫിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിറവേറ്റുക. എന്ത് നിറവേറ്റുക? ദെയർ ഇന്നേറ്റ്, അവരുടെ ഇന്നേറ്റ് ആയിട്ടുള്ള, ഇന്നേറ്റ് എന്ന് പറഞ്ഞാൽ ബൈ ബർത്ത് ആയിട്ട് അവർക്ക് പിന്നെ അവരിൽ അന്തർലീനമായി കിടക്കുന്ന, അതാണ് ഇന്നേറ്റ് എന്ന് പറയുന്നത്. ഇന്നേറ്റ് ആയിട്ടുള്ള കഴിവുകളെയൊക്കെ അവർക്ക് നിറവേറ്റാനും അതിനെ പ്രകടിപ്പിക്കാനും അതിനോട് നീതി പുലർത്താനും ഒക്കെ കഴിയും എന്നാണ് പറയുന്നത്. ഈ നേതൃസ്ഥാനത്തേക്ക് അവർ എത്തിക്കഴിഞ്ഞാൽ അവരിൽ തന്നെ ഉറങ്ങിക്കിടക്കുന്ന, അവരിൽ തന്നെ അന്തർലീനമായിട്ടുള്ള, അവരിൽ തന്നെ ജന്മനാലുള്ള ആ കഴിവ്, നേതൃപാടവം എന്നൊക്കെ നമ്മൾ പറയുന്ന, അത് അവർക്ക് കൃത്യമായിട്ട് നിറവേറ്റാൻ കഴിയും. എന്താണ്? ഇഫ് ദേ ആർ ഗിവൺ ആൻ ഓപ്പർച്യൂണിറ്റി. എന്തിലേക്കാണ്? ലീഡർഷിപ്പിൽ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ദേ വിൽ പ്രൂവ് ഇറ്റ് എന്നാണ് പറയുന്നത്. നമുക്കറിയാം, ലീഡർഷിപ്പിലേക്ക് എത്തുന്ന പല രാജ്യങ്ങളിലും വിമൻ ലീഡേഴ്സാണ് ഉള്ളത്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ഒരു കോർപ്പറേറ്റ് കമ്പനീസിലല്ലേ, കോർപ്പറേറ്റുകളിലുണ്ട്. പെപ്സിയുടെ തലപ്പത്തിരിക്കുന്നതും ഒരു സ്ത്രീയാണ്, പെപ്സിയുടെ CEO എന്ന് പറയുന്നത്. പെപ്സിക്കോയുടെ CEO എന്ന് പറയുന്നത് ഇന്ദിരാ നൂയി. എത്ര കാലമായിട്ട് അവരെ തലപ്പത്തിരിക്കുന്നു. ഷീസ് എ ഗുഡ് എക്സാമ്പിൾ അല്ലെ. നമുക്കൊരു നേതൃപാഠവും എന്താണ്, ലീഡർഷിപ്പ് എന്താണ്, ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് ഒരു ഗ്ലോബൽ കോൺഗ്ലോമറേറ്റിനെ നയിക്കാൻ കഴിയുക എന്നുള്ളതിൻ്റെ ഒരു ഗുഡ് എക്സാമ്പിളാണ് ഇന്ദിരാ നൂയി എന്നോ, ഇന്ത്യക്കാരിയായ ഇന്ദിരാ നൂയിയുടെ പെർഫോമൻസ് നമുക്ക് കാണാൻ കഴിയുക നേതൃത്വത്തിൽ. അതുപോലെ തന്നെ ലോകത്ത് പല രാജ്യങ്ങളിലും ഈ തലപ്പത്ത് വനിതാ പ്രധാനമന്ത്രിമാരിലുള്ള ഉണ്ട് ഇന്ന് ലോകത്ത് നമുക്ക് കാണാൻ കഴിയും. സോ അവർക്ക് അവരുടെ ആ പൊസിഷനിൽ ദേ ഹാവ് പ്രൂവ്ഡ് ദെയർ ട്രൂ എബിലിറ്റി അല്ലെ, അവരുടെ ആ ഒരു ഇന്നേറ്റ് ആയിട്ടുള്ള ടാലൻ്റൊക്കെ അതിലൂടെ അവർ നിറവേറ്റുന്നുണ്ട്. ദാറ്റ് ഈസ് വൈ ദേ ആർ സ്റ്റിൽ ഹോൾഡിങ് ദാറ്റ് പൊസിഷൻ. അതുകൊണ്ടാണ് അവരിപ്പോഴും ആ പൊസിഷനിൽ ഇരിക്കുന്നത് അല്ലേ. പുരുഷനെ കൊണ്ട് എത്രത്തോളം ചെയ്യാൻ കഴിയുമോ അല്ലെങ്കിൽ അതിനേക്കാളും അപ്പുറം they have shown that they can lead a country അല്ലേ. ഒരു കുടുംബത്തെ നോക്കുന്നത് മാത്രമല്ല, രാജ്യത്തിൽ തന്നെ തങ്ങൾക്ക് നയിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച സ്ത്രീകൾ അവിടെ നമുക്കുണ്ട്. സോ അപ്പോൾ ലീഡർഷിപ്പിനെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. നോക്കൂ, ഹിയർ ദർ ഈസ് പ്ലെന്റി ഓഫ് റൂം ഫോർ ഇംപ്രൂവ്മെന്റ്. ഇവിടെ ഒരുപാട് റൂം എന്ന് പറഞ്ഞിരിക്കുന്നു. റൂം എന്ന് പറഞ്ഞാൽ മുറി എന്ന അർത്ഥത്തിൽ എടുക്കരുത്. റൂം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇടം, സ്പേസ്. ഇവിടെ ഇംപ്രൂവ്മെന്റ്, ഇവിടെ എന്ന് പറഞ്ഞാൽ ലീഡർഷിപ്പ് രംഗത്ത്, നേതൃപാടവം അല്ലെങ്കിൽ നേതൃത്വ രംഗത്തിൽ അവർക്ക് ഒരുപാട് ഇടമുണ്ട്. എന്തിന് സ്കോപ്പ് ഉണ്ടെന്ന് പറയുന്നത്? ഇംപ്രൂവ്മെന്റ്, ഒരുപാട് ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ, ഇംപ്രൂവ്മെന്റ് ആവാൻ അവർക്ക് എന്തുണ്ട്, പിന്നെ സ്കോപ്പ് ഉണ്ട്, റൂം എന്ന് പറഞ്ഞാൽ ഇടം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് അവസരങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. The irony is that when women lead, they tend to do as good a job as others, if not a better job. വിരോധാഭാസം എന്ന് പറഞ്ഞാൽ ഐറണി എന്നല്ലേ. വിരോധാഭാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഇത്തരമൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ, ലീഡർഷിപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരെ മറ്റുള്ളവരെ പോലെ തന്നെ അവരുടെ കഴിവ് അവർ തെളിയിക്കും എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ മറ്റുള്ളവരെക്കാളും എന്ന് പറഞ്ഞാൽ പുരുഷന്മാരെക്കാളും ഒരുപക്ഷെ അവർ നന്നായിട്ട് പെർഫോം ചെയ്യും എന്നാണ് അവരിവിടെ അഭിപ്രായപ്പെടുന്നത്. They are more likely to make decisions based on consensus building. അപ്പോൾ സ്ത്രീകൾ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? കൺസെൻസസ് ബിൽഡിംഗ്. എന്നാൽ കൺസെൻസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ സമവായം എന്ന് പറയും.
അല്ലേ? സമവായം എന്ന് പറഞ്ഞാൽ കൺസെൻസസ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എല്ലാവരുടെയും ഒരു 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 പൊതു അഭിപ്രായം, ഒരു ഒരു പൊതുസമ്മതം എന്നൊക്കെ പറയുന്നത്, സമവായം ഉണ്ടാക്കുക എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അപ്പോൾ ഒരു ഡിസിഷൻ എടുക്കുന്നത് ഒരു പൊതു അഭിപ്രായത്തിന് എന്താണ് രൂപീകരിച്ച ശേഷവും മാത്രമല്ല ഇൻക്ലൂഷൻ, എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട്, പിന്നെ കമ്പാഷൻ അല്ലേ, ഒരു അലിവ്, അനുകമ്പ, അതിൻ്റെ വിത്ത് എ ഫോക്കസ് ഓൺ ലോങ് ടേം സസ്റ്റൈനബിലിറ്റി. പിന്നെ അവരുടെ ഒരു ഫോക്കസ് എന്തിലായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ലോങ് ടേം, ദീർഘകാലത്തെ ഒരു സസ്റ്റൈനബിലിറ്റി. സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന അർത്ഥം, സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ ആ ഒരു സുസ്ഥിരത, നമ്മൾ മലയാളത്തിൽ പറയും സുസ്ഥിരമായ. അപ്പോൾ ലോങ് ടേമിൽ, ദീർഘകാലം ഒരു സസ്റ്റൈനബിളായിട്ട് സുസ്ഥിരമായ രീതിയിൽ എങ്ങനെ രാജ്യത്തെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ ഒരു ഭരണം എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതൊക്കെ ഒരു ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ഒരു വുമൺ ലീഡർ മുന്നോട്ട് പോവുക എന്ന് ക്രിസ്റ്റിൻ ലഗാർദെ അഭിപ്രായപ്പെടുന്നു. ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് വിമൻ സംടൈംസ് ലാക്ക് ദ കോൺഫിഡൻസ് ടു മാച്ച് ദെയർ കോമ്പറ്റൻസ്. അടുത്ത വേറൊരു കാര്യം ലഗാർദെ തുറന്നു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് ശരിയാണ്, സ്ത്രീകൾ പലപ്പോഴും എന്താണ്, അവർ തങ്ങളുടെ കഴിവ്, തങ്ങളുടെ ഒരു കഴിവിനൊത്ത ഒരു ഒരു പ്രകടനം പുറത്തെടുക്കാനുള്ള ഒരു ആത്മവിശ്വാസം പലപ്പോഴും സ്ത്രീകൾക്ക് ഉണ്ടാകുന്നില്ല എന്നവർ പറയുന്നു. നോക്കൂ, ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് വിമൻ സംടൈംസ് ലാക്ക് ദ കോൺഫിഡൻസ്. അവർക്ക് കോൺഫിഡൻസ് ഇല്ലാതാകുന്നു. കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസം പലപ്പോഴും ഇല്ലാതാകുന്നു. എന്തിനാണ്? ടു മാച്ച് ദർ കോമ്പറ്റൻസ്. മത്സരിച്ച് നിൽക്കാനുള്ള ഒരു കോൺഫിഡൻസ് പലപ്പോഴും സ്ത്രീകൾക്ക് ഇല്ലാതാകുന്നു എന്ന് പറയുന്നത് ഒരു സത്യമാണെന്നാണ് പറയുന്നത്. ബട്ട് ദേ നീഡ് ടു ചേഞ്ച് ദിസ് മൈൻഡ് സെറ്റ് ആൻഡ് റീസെറ്റ് ദ നെറേറ്റീവ് ഇൻ ദർ ഫേവർ. ഇവർ പറയുകയാണ്, പക്ഷേ ആ മൈൻഡ് സെറ്റ്, ആ മനസ്ഥിതി, ആ ഒരു വിചാരം കളഞ്ഞിട്ട് എന്ത് ചെയ്യണം? അവർ അവസരങ്ങളെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റി പ്രവർത്തിക്കണമെന്നാണ് ക്രിസ്റ്റിൻ ലഗാർദെ അർജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആഹ്വാനം ചെയ്യുന്നത്. നോക്കൂ, so it is essential that women be ready to dare the difference, to take risks and step outside their comfort zones. എന്നിട്ട് പറയുന്നു, അതുകൊണ്ട് ഇത് അത്യാവശ്യമാണ്. ഇറ്റ് ഈസ് എസെൻഷ്യൽ, ഇത് അത്യാവശ്യമാണ്. എന്ത് ചെയ്യണം? സ്ത്രീകൾ അവരുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വരണം എന്ന് പറയുന്നത്. കംഫർട്ട് സോൺ എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ഏതാണോ നമുക്ക് ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ നമ്മൾ ഏതിലാണോ നമ്മൾ കൺവീനിയൻറ്റ്, ഏതിലാണോ നമ്മൾ സൗകര്യപ്രദം, അതിൽ നമ്മൾ ഒതുങ്ങിക്കൂടുക. ആ കംഫർട്ട് സോണിൽ വിട്ട് പുറത്തേക്ക് വരണം സ്ത്രീകൾ എന്നാണ് ഇവിടെ പറയുന്നത്. ദാറ്റ് മീൻസ് ഷീ ഹാസ് ടു ടേക്ക് ഓർ ദേ ഹാവ് ടു ടേക്ക് സം റിസ്ക് ആൻഡ് they have to show the courage to do something different എന്നാണ് അവർ പറയുന്നത്. ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വന്ന് പുതിയ കാര്യങ്ങൾ ചെയ്ത് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുന്ന കാര്യങ്ങൾ എന്നാണ് പറയുന്നത്. നോക്കൂ, സോ nonetheless even those with the drive to succeed continues to face barriers. നോക്കൂ, വിജയിക്കാനുള്ള മനസ്സുള്ളവർ പോലും പലപ്പോഴും ഒരു തടസ്സം പലപ്പോഴും അവർ നേരിടുന്നുണ്ട്. എന്താണ്? whether we are talking about providing primary education for girls in a village or executive positions for women in business. നോക്കൂ, വിജയിക്കാനുള്ളൊരു ഉത്കടമായിട്ടുള്ളൊരു ത്വര മനസ്സിൽ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും സ്ത്രീകൾക്ക് ചില കാര്യങ്ങൾ തടസ്സമായിട്ട് നിൽക്കാറുണ്ട്. അത് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം, ഗ്രാമങ്ങളിൽ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നേടുന്നതിൽ അവർ നേരിടുന്ന തടസ്സവും ആവാം. പിന്നെ ഒരു എക്സിക്യൂട്ടീവ് പൊസിഷനിൽ ഇരിക്കുന്ന ഒരു ബിസിനസ് സ്ഥാപനത്തിൽ എക്സിക്യൂട്ടീവ് പൊസിഷനിൽ ഇരിക്കുന്ന സ്ത്രീകൾ നേരിടുന്ന പ്രശ്നവും അതിൽ പെടും എന്നാണ് പറയുന്നത്. സോ അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും നമുക്ക് even though they have the drive or even though they have the urge to succeed in their profession, അവരുടെ പ്രൊഫഷനിൽ സക്സീഡ് ചെയ്യാനുള്ളൊരു വിജയിക്കാനുള്ളൊരു ത്വര അവർക്കുണ്ടെങ്കിൽ പോലും പലപ്പോഴും they face certain hiccups, അല്ലെ? ഹിക്കപ്സ് എന്ന് നമ്മൾ പറയുന്നത് HICCUPS, ഹിക്കപ്സ്, തടസ്സങ്ങൾ അവർ നേരിടാം. അതിപ്പോൾ ഈ പറഞ്ഞ പോലെ ഗ്രാമത്തിൽ പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരു കുട്ടിക്കായാലും, ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു എക്സിക്യൂട്ടീവ് പൊസിഷനിലുള്ള ഒരു സ്ത്രീക്കായാലും തടസ്സങ്ങൾ നേരിടേണ്ടി വരും എന്നാണ് പറയുന്നത്. നോക്കൂ, ഇറ്റ് ഈസ് ടൈം ടു ക്രിയേറ്റ് എ വേൾഡ്. ഇപ്പോൾ അവസാനത്തെ പാരഗ്രാഫിൽ അവർ പറയുന്നു, ക്രിസ്റ്റിൻ ലഗാർദെ ആ സ്പീച്ച് എൻഡ് ചെയ്യുമ്പോൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയുന്നത്, ഇറ്റ് ഈസ് ടൈം ടു ക്രിയേറ്റ് എ വേൾഡ്. സമയമായിരിക്കുന്നു ലോകം സൃഷ്ടിക്കാൻ. എങ്ങനെയുള്ള ലോകം? വേർ, എവിടെയാണോ all women can meet their potential without impediment or prejudice and the world will reap the benefits. അതായത്
നമുക്കൊരു ലോകം സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു. എവിടെയാണോ എല്ലാ സ്ത്രീകളും അവരുടെ കഴിവുകളെ സാക്ഷാത്കരിക്കുന്ന ഒരു ലോകം, അവരുടെ കഴിവുകളെ പൂർത്തീകരിക്കുന്ന ഒരു ലോകം, വിത്തൗട്ട് ഇംപെഡിമെന്റ്. ഇംപെഡിമെന്റ് എന്ന് പറഞ്ഞാൽ തടസ്സം എന്നാണ്. തടസ്സമില്ലാതെ, ഓർ പ്രിജുഡിസ്, മുൻവിധികളില്ലാതെ, മാത്രമല്ല ലോകം അവരിലൂടെ നേട്ടങ്ങൾ കൊയ്യുന്ന ഒരു കാലം എന്നാണ് പറയുന്നത്. ആരിലൂടെ? സ്ത്രീകളിലൂടെ. ഈ സ്ത്രീകളുടെ ഇമ്പ്രൂവ്മെന്റ്, സ്ത്രീകൾ ഇങ്ങനെ വിജയിക്കുന്നതിലൂടെ ആ നേട്ടങ്ങൾ കൊയ്യാൻ കഴിയുന്ന ആർക്കാണ്? ലോകത്തിനാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ലോകം നമ്മൾ സൃഷ്ടിക്കേണ്ടതെന്നാണ് അവരിവിടെ പറയുന്നത്. ദ വേൾഡ് വിൽ റീപ് ദ ബെനിഫിറ്റ്സ്. ഈ പ്രയോജനം, ഇതിൻ്റെയൊക്കെ പ്രയോജനം സ്ത്രീകൾക്ക് അവസരങ്ങൾ നൽകുന്നതിലൂടെയും അവരുടെ ശരിക്കുള്ള കഴിവുകളെ വിനിയോഗിക്കുന്നതിലൂടെയും അതിൻ്റെ ഫലം കിട്ടുന്ന ആർക്കാണ്? അതിൻ്റെ പോസിറ്റീവ്സ് കിട്ടുന്ന ആർക്കാണ്? അതിൻ്റെ ഗുണങ്ങൾ കിട്ടുന്ന ആർക്കാണ്? ലോകത്തിന് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ലോകം നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെന്നാണ് ക്രിസ്റ്റൽ ലഗാർദെ പറയുന്നത്. വൈൽ കൺക്ലൂഡിങ് ഹർ സ്പീച്ച്, the 3 L's will help us get there. എന്നിട്ട് അവർ പറയുന്നു, അങ്ങനെയുള്ള ഒരു ലോകം കെട്ടിപ്പടുക്കാൻ നമുക്ക് ഈ പറഞ്ഞ 3 L'കൾ സഹായിക്കും എന്ന് പറഞ്ഞാൽ ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ്. ഈ 3 L'കൾ നമുക്ക് സഹായിക്കും എന്നാണ് അവർ പറയുന്നത്. ഇഫ് വി ഡെയർ ദ ഡിഫറൻസ് വിൽ ഡെലിവർ. ആ വ്യത്യാസം കൊണ്ടുവരാൻ നമ്മൾ ധൈര്യപ്പെടുകയാണെങ്കിൽ ആ വ്യത്യാസം തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കും എന്നാണ് അവർ പറയുന്നത്. താങ്ക് യു വെരി മച്ച് എന്ന് പറഞ്ഞിട്ട് അവർ ആ സ്പീച്ച് അവസാനിപ്പിക്കുന്നു. ഇത്രയുമാണ് 3 L's of Empowerment എന്ന് പറയുന്ന ചാപ്റ്ററിൽ. ആക്ച്വലി ഇറ്റ്സ് എ സ്പീച്ച് മെയ്ഡ് ബൈ ക്രിസ്റ്റൽ ലഗാർദെ വൈൽ അഡ്രസ്സിങ് addressing an audience at the National Democratic Institute in Washington in 2014. അത് നടത്തിയൊരു സ്പീച്ചാണ്. ഇത്രയുമാണ് ഇവരുടെ ഈ സ്പീച്ചിൽ പറയുന്നത്. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എൻജോയ് ദ ഹാപ്പി മൊമെന്റ്സ്.